ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പീനട്ട് ബട്ടർ കുക്കീസ്. ആദ്യം നമുക്ക് ഒരു കപ്പ് പീനട്ട് ബട്ടർ ഇങ്ങനെ ഒരു മിക്സറിലേക്ക് ഇടാം. ക്രഞ്ചി ആയതോ സ്മൂത്ത് ആയതോ ഏത് പീനട്ട് ബട്ടർ വെച്ചാൽ നിങ്ങളുടെ ചോയ്സ്. ഇങ്ങനത്തെ മിക്സർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ഹെൽഡ് മിക്സർ യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു അര കപ്പ് അൺസാൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അര കപ്പിൻ്റെ മെഷർമെൻറ്റ് വരിക. എന്നിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു പാഡിൽ അറ്റാച്ച്മെൻറ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ലോ സ്പീഡിലിട്ടിട്ട് ഇതിനെ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് നല്ല സ്മൂത്തായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് അര കപ്പ് വൈറ്റ് ഷുഗറും അര കപ്പ് ബ്രൗൺ ഷുഗറും ആഡ് ചെയ്യാം. ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുമ്പം എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ നമ്മൾ നല്ലോണം പാക്ക് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ ഞെക്കി കൊടുത്ത് അതിൽ നല്ല ടൈറ്റായി നിൽക്കണം. അങ്ങനെ വേണം ആഡ് ചെയ്യാൻ. എന്നിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഞാനിതും ലോ സ്പീഡിലിട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് മിക്സ് ആവുന്ന സമയം നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അര ടീസ്പൂൺ വീതം ഉപ്പ്, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് ഒരു വിസ്കറോ മറ്റോ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സ്ചർ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ കുറച്ചായിട്ട് ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്. കുറച്ചായിട്ട് ആഡ് ചെയ്ത് അത് ബ്ലെൻഡ് ആയതിന് ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കുക. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന മിക്ക കുക്കി ഡോകളും ഒന്നുകിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ ഈ പീനട്ട് ബട്ടർ കുക്കിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാം. ഇവിടെ ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് ഉള്ളത്. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യേണ്ട പരിപാടികൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കി ഷീറ്റിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവുകളെ ഡോയിന് ഒരു ഏകദേശം സൈസുള്ളൊരു ഉണ്ട, ഒരു ചപ്പാത്തി മാവിൻ്റെ അത്രയും വലുപ്പമുള്ളൊരു ഉണ്ടയാക്കി നല്ലൊരു സ്മൂത്ത് ബോളാക്കി ഉരുട്ടുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ കൈനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഞെക്കി കൊടുക്കുക. ക്രാക്സ് ഉള്ളത് സൈഡിലുള്ളത് നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇവിടെ ഒരു പകുതിയോളം മാവ് എടുത്ത് ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മുടെ പീനട്ട് ബട്ടർ കുക്കിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇതുപോലെ ഇതിനെ എടുത്ത് കയ്യിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പതിയെ ഞെക്കി കൊടുക്കുക. കയ്യിൽ വെക്കുക എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുക്കി ഷീറ്റിൽ തന്നെ വെച്ചിട്ടാക്കുമ്പം ചിലപ്പോൾ അത് കുറച്ച് സൈഡൊക്കെ പൊടിയും. അപ്പം ഇങ്ങനെ വിലങ്ങനെയും വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള 2 വരകൾ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇതുപോലത്തെ കള്ളികൾ വരും. ഇതാണ് പീനട്ട് ബട്ടർ കുക്കിക്ക് എപ്പോഴുമുള്ള ഡിസൈൻ. ഇനി ഫോർക്കില്ല എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കുള്ള വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർക്ക് ശരിക്കൊരു എളുപ്പപ്പണിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്യൂവർ എടുത്തിട്ട് അതിനെ അടുപ്പിച്ചിട്ട് ഇതുപോലെ ഒരു 4 വര, എന്നിട്ട് തിരിച്ചിട്ടിട്ട് മറ്റേ ഡയറക്ഷനിൽ ഒരു 4 വര. ഇപ്പോൾ ഇതാണ് ശരിക്കുള്ള ശരിയായ മെത്തേഡ്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഒത്തൻറ്റിക് മെത്തേഡ് എന്നൊക്കെ പറയാം. പക്ഷേ ഫോർക്കാണ് എളുപ്പം. അതുകൊണ്ട് ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സ്. പക്ഷേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടം, കാണാൻ ഭംഗി എന്തായാലും കുറച്ച് മെനക്കെട്ട സ്ക്യൂവർ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഞാനിത് മുഴുവൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 350 ഡിഗ്രി ഫാരനൈറ്റ്സ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പം 10 മിനിറ്റ് എന്നുള്ള സമയം ശരിക്ക് അതിൻ്റെ ശരിയായ ആ ഒരു പുറത്ത് കുറച്ച് ക്രഞ്ചിയും
അകത്ത് കുറച്ച് സോഫ്റ്റും ആയിട്ടുള്ള അതിൻ്റെ ശരിയായ രൂപത്തിലാണ് ഉണ്ടാവുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. ഇനിയിപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി കട്ടിയില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്ര സോഫ്റ്റ്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 12 to 15 മിനിറ്റ് എക്സ്ട്രാ വെച്ചാൽ മതി. പക്ഷേ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.